വിഷുവിന് ശേഷം 26-ാം തീയതി പ്രേക്ഷകർ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു ജനപ്രിയ നായകൻ്റെ ദിലീപേട്ടൻ്റെ ഒരു സിനിമയാണ് ഈ 26-ാം തീയതി വരുന്നത്. എന്താണ് പ്രേക്ഷകരോട് ഇതിനെക്കുറിച്ച്? പ്രേക്ഷകരോട് പറയാനുള്ള ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ദിലീപേട്ടൻ നായകനായിട്ട് വരുന്ന ഒരു സിനിമയിൽ നിന്ന് എന്താണോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ദിലീപേട്ടൻ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു ക്യാരക്ടറായിരിക്കും പവിത്രൻ. സിനിമയും അങ്ങനെ തന്നെ നമുക്ക് കണ്ടിറങ്ങുമ്പോൾ ഒരു സന്തോഷം തരുന്ന, നിറവോടുകൂടി ഇറങ്ങാൻ പറ്റുന്നൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. താങ്ക് യു. 5 വർഷത്തിന് ശേഷം 5 വർഷമായിട്ട് ഈ സിനിമ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞു. അതെ, അതിൻ്റെ സ്ക്രിപ്റ്റും നമ്മൾ അതിൻ്റെ ബാക്കി പ്രോസസ്സും അങ്ങനെ ഒരു ലോങ് ടൈം എടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്തത്. ഇത്തരം ഈ ഒരു സിനിമയിൽ 5 നായികമാർ പുതുമുഖ നായികമാരായിരിക്കണമെന്ന് അത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ 5 പേരും പുതിയ ആളാവണമെന്ന് തീരുമാനിച്ചതെന്ന്. ഓക്കെ, അപ്പോൾ പ്രേക്ഷകരെ കൂടുതൽ എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമയായിരിക്കും തീർച്ചയായിട്ടും. എല്ലാവരും തിയേറ്ററിൽ. നമുക്കറിയാം ഈ സിനിമയുടെ ഒരു യാത്ര വളരെ മനോഹരമായ കാലഘട്ടത്തിലൂടെ പോകുന്നത്. അപ്പോൾ അതിലൊപ്പം അതാണ് കാരണം മലയാള സിനിമയുടെ ഏറ്റവും കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു കാലം സിനിമയ്ക്ക് ഉണ്ടാവുന്നത്. കാരണം തിയേറ്ററിലുള്ള എല്ലാ സിനിമകളും നമ്മൾ ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുമ്പോൾ എല്ലാം ഓറഞ്ചായി കാണുമ്പോൾ ഉണ്ടാകുന്നൊരു നിറവുണ്ട്. കാരണം എല്ലാ തിയേറ്ററിലും എല്ലാ ഷോസും ഫുള്ളായിട്ടിരിക്കും. ഭയങ്കര സന്തോഷം. ഈ സമയത്ത് തന്നെ നമുക്കും ഇറങ്ങാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. നേരത്തെ പറഞ്ഞ ദിലീപേട്ടൻ്റെ ഒരു ഭാഗ്യം ദിലീപേട്ടൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത്തരം ഒരു സാഹചര്യം കൊണ്ടാണോ നമ്മൾ ആ CID മ്യൂസിയം എടുത്ത ആ ലൊക്കേഷൻ കീപ്പ് ചെയ്യണം? അങ്ങനെയല്ല, അത് ഞങ്ങൾ കുറേ അന്വേഷണത്തിന് ശേഷം ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഒത്തുവന്ന ഒരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിലുള്ള ആളുകളുടെ ഒരു സപ്പോർട്ടും നമുക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും ഫ്ലാറ്റുകൾ ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുമ്പം ഒരുപാട് ആളുകളുടെ ഒരുപാട് ഫാമിലീസുള്ളൊരു സ്ഥലമല്ല. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയൊരു ഫ്ലാറ്റാണ്. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇനിയൊരു CID മ്യൂസിയം 2ാം ഭാഗം എന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും അത്തരത്തിലൊരു തമാശ കൂടുതൽ എൻ്റർടൈൻ ചെയ്യിക്കുന്ന തരത്തിൽ അതുമായിട്ട് CID മ്യൂസിയം ഒന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സിനിമയല്ല, ആ ജോണറിലുള്ളൊരു സിനിമയല്ല. ഇതൊരു റോം കോമാണ്. നമുക്ക് ഇമോഷണലി നമ്മൾ ഡ്രൈവ് ചെയ്യും, എന്നാൽ ഒരു ചെറിയ ചിരിയോടുകൂടി കണ്ടിരിക്കാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിറങ്ങുമ്പോൾ സന്തോഷത്തോടുകൂടി ഇറങ്ങാവുന്ന ഒരു സിനിമയാണ്. കൂടുതൽ വിജയകരമാവട്ടെ ഈ സിനിമ. പ്രേക്ഷകർ ഒരുപാട് ഇരുകൈ നീട്ടി സ്വീകരിക്കട്ടെ. താങ്ക് യു.